അപ്പോൾ ഞങ്ങളുടെ ഫോറസ്റ്റിൻ്റെ വഴിക്കടവിലെ ചെക്ക് പോസ്റ്റിലൊരു സ്റ്റിക്കർ ഉണ്ട്. 2 റിസർച്ച് ചെയ്യുന്ന 2 കുട്ടികൾ അവർ പൊട്ടിച്ചിട്ട് പോയിരിക്കുന്ന അവരിട്ടിരിക്കുന്ന പാൽക്കണ്ടയെ കണ്ടവരുണ്ടോ എന്നും ചോദിച്ചിട്ടൊരു പോസ്റ്റർ. അപ്പോൾ എന്താണ്, നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ എന്താണ് പാൽക്കണ്ട എന്ന് ഓർക്കും. പാൽക്കണ്ട എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പ്രദേശത്ത് മാത്രം ഈ മീനച്ചിലാറിൻ്റെ പരിസരത്തുമൊക്കെ ഉണ്ടായിരുന്ന ഒരു മീനാണ്. ആ മീൻ ഇപ്പം ഇല്ല. അത് എക്സ്റ്റെൻഡ് ആയതും ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പം ഇതിനെ ഒന്ന് തിരിച്ച് പിടിക്കണം. ഒരു പോപ്പുലേഷൻ, ഒരു ജീവിയും നമ്മളുള്ള കാലത്ത് ഇത് എക്സ്റ്റെൻഡ് ആവാൻ പാടില്ല. നമ്മൾ എന്തൊക്കെ കണ്ടാണ് വളർന്നത്, നമ്മുടെ അടുത്ത തലമുറയ്ക്കും അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും. ഇപ്പൊ പാൽക്കണ്ട പൂർണ്ണമായും വംശനാശം നേരിട്ടെങ്കിൽ എങ്ങനെ തിരിച്ചു പിടിക്കാൻ പറ്റും? തിരിച്ചു പിടിക്കാൻ പറ്റും പറഞ്ഞാൽ, പക്ഷെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഒക്കെ ഉള്ളിലൊക്കെ അവിടെയുള്ള നദികളിലൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാപ്റ്റീവ് ബ്രീഡിങ്, നമുക്ക് ബ്രീഡിങ് നടത്താമല്ലോ. ഇവനെ പിടിച്ച് കുറച്ച് നാൾ നിർത്തി വീണ്ടും നദികളിൽ നിക്ഷേപിക്കാം. അങ്ങനെയുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. ഫിഷറീസൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. മാനുവലായിട്ട് നമ്മൾ ഒരു കുളം പോലെ ഉണ്ടാക്കി അതിനകത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കി നിക്ഷേപിക്കുന്ന പരിപാടിയുണ്ട്. അതുപോലെ നമ്മുടെ ഇപ്പോൾ പുഴകളിലൊക്കെ അല്ലാതെ ഈ പുറത്തുനിന്നുള്ള മീനുകളുണ്ടല്ലോ, നമ്മുടെ നാടൻ മീനുകളെ തിന്ന് നശിപ്പിക്കുന്ന പുറത്തുനിന്നുള്ള മീനുകളുണ്ടല്ലോ, അങ്ങനത്തെ ആഫ്രിക്കൻ മുഷി പോലെയുള്ള മീനുകൾ, അത് നമ്മുടെ ലോക്കൽ ബ്രീഡിനെ എല്ലാം നശിപ്പിക്കും. അങ്ങനെയുള്ളതിനെയൊക്കെ പരമാവധി പ്രിവെൻറ്റ് ചെയ്യാനും, ഇപ്പോൾ ഡാമുകളിലൊക്കെ ചില ഇങ്ങനത്തെ മീനുകൾ വല്ലാണ്ട് പെരുകും. അവർ ഇത് നമ്മുടെ നാടൻ മീനെല്ലാം നശിക്കുകയാണ്. അപ്പം